ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യേണ്ടായി. അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു 5 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ 7-ന് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലേക്ക് നടന്ന LDC എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സിലേക്കാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, അതറിയുന്നതുമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാവുന്ന മാക്സിമം പോയിൻറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൽ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണമായിട്ട് മാറുന്ന പ്രതിഭാസം ഏതാണ്? നമുക്കറിയാം, ഒരു പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത് ഏതാണ്? ഇതിലുണ്ടോ ആൻസർ? ഇല്ല. നമ്മൾ പഠിക്കുന്നത് ഏതാണ്? പ്രകീർണനം ആണ്. അപ്പം ഇതിൽ ആൻസർ കൊടുത്തിട്ടില്ല. ഓക്കെ, നോ ആൻസർ ആണ്. ഇതിൽ ആൻസർ ഇല്ല ആക്ച്വലി. പക്ഷേ ഇവർ ഓപ്ഷൻ സി എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. ആൻസർ ആക്ച്വലി പ്രകീർണനമാണ് വരേണ്ടത്. വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അന്തരീക്ഷത്തിലെ പൊടിപടലത്തിൽ തട്ടിയിട്ട് പ്രകാശം ഇങ്ങനെ വ്യതിചലിക്കുന്നത്, അതാണ് വിസരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ ഇതിൽ കൊടുത്തിട്ടില്ല. നമുക്ക് ബാക്കി പോയിൻറ്റ്സിലേക്ക് കടക്കാം. ഓക്കെ, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയുന്ന പ്രതിഭാസമാണ് ഏത് എന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശം ഇങ്ങനെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയും. നമുക്കറിയാം, വിബ്ജിയോർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകാശം ഇങ്ങനെ കീറി മുറിയാണെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. പ്രകാശം ഇങ്ങനെ കീറുന്നു, അപ്പോൾ പ്രകീർണനം, അതായത് കീറുന്നു, പ്രകീർണനം, അങ്ങനെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ഇതിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ് എന്നൊന്ന് പറഞ്ഞേ. തരംഗദൈർഘ്യം കൂടുതലുള്ളത് ഈ ഒരു സൈഡിലേക്കാണ്, അതായത് റെഡിനാണ് തരംഗദൈർഘ്യം കൂടുതൽ. അപ്പോൾ തരംഗദൈർഘ്യം റെഡിന് കൂടുതലാണെങ്കിൽ ആവൃത്തി അഥവാ ഫ്രീക്വൻസി അതിനെന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലും ആവൃത്തി ഏറ്റവും കുറവുമായിട്ടുള്ള ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണമാണ് ഏത്? റെഡ് എന്ന് പറയുന്നത്. ഇനി ഈ അറ്റത്ത് ആരിയ്പുണ്ട്? വയലറ്റ് ഇരിപ്പുണ്ട്. വയലറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? തരംഗദൈർഘ്യം, അതാണ് ഞാൻ ലാംഡ എന്ന് എഴുതിയത്, അത് കുറവും. ഫ്രീക്വൻസി എന്തുമായിരിക്കും? കൂടുതലും ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക, എന്നിട്ട് കൺഫ്യൂഷൻ ആവില്ല കേട്ടോ. അപ്പോൾ ആ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി വായിക്കാം നമുക്ക്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലും ആവൃത്തി ഏറ്റവും കുറവും ആയിട്ടുള്ള ഘടകവർണ്ണമാണ് ഏത്? ചുവപ്പ് അഥവാ റെഡ് എന്ന് പറയുന്നത്. ഇനി ആവൃത്തി ഏറ്റവും കൂടുതലും തരംഗദൈർഘ്യം ഏറ്റവും കുറവുമായിട്ടുള്ള ഘടകവർണ്ണം ഏതാണ്? അത് വയലറ്റ് ആണ്. ഓക്കെ, ഇനി ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും മധ്യേ ആണ്. 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയിലാണ് നമ്മുടെ എന്തിൻ്റെ തരംഗദൈർഘ്യം വരുന്നത്? ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം വരുന്നത്. ഓക്കെ, സൂര്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണം അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? അത് ഐസക് ന്യൂട്ടൻ ആണ്. സാന്ദ്രതാ വ്യത്യാസമുള്ള 2 മാധ്യമത്തിനിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്ത് പറയുന്നത്? നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രകീർണനം പഠിച്ചു. പിന്നെ രണ്ടാമത് പറയുന്നത് ഏതാണ്? അപവർത്തനമാണ്. അപവർത്തനം നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറയുന്നത് ഏതാണ്? ഒരു ബീക്കറിൽ വെള്ളം എടുക്കും, എന്നിട്ട് ഒരു പെൻസിൽ ഇങ്ങനെ വെക്കുമ്പം ആ പെൻസിൽ നമുക്ക് ഇങ്ങനെ ഒടിഞ്ഞതായിട്ട് തോന്നുന്നില്ലേ? ഇല്ലേ? അതൊക്കെയാണ് എക്സാമ്പിളായിട്ട് നമ്മൾ അപവർത്തനം പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ പ്രകാശപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനം, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് പ്രകാശപാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഇനി മരീചികയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം ആണ്.
ഓക്കെ, ഇനി അടുത്ത പ്രതിഭാസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫ്രാക്ഷനാണ്. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം എന്ത് ചെയ്യുന്നു? വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. എന്ത്? സീഡികളിൽ കാണപ്പെടുന്ന വർണ്ണരാജിക്ക് കാരണം ഏതാണ്? ഡിഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രകാശ പ്രതിഭാസങ്ങളും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം ഡിഫ്രാക്ഷൻ പഠിച്ചു, അപവർത്തനം പറഞ്ഞു, പ്രകീർണനവും പറഞ്ഞു. ഡിഫ്രാക്ഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് CD-ൻ്റെ കാര്യമാണ്. ആ CD-യിൽ ഇങ്ങനെ രാജി നമുക്ക് കാണാൻ കഴിയില്ല, ഇങ്ങനെ ഓരോ കളറുകൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിന് കാരണം ഡിഫ്രാക്ഷൻ ആണെന്നാണ് പറയുന്നത്. അടുത്തത്, ഒന്നിലധികം പ്രകാശ തരംഗം ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുള്ള പ്രകാശ പ്രതിഭാസമാണ് ഏത്? ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇൻ്റർഫറൻസ്. അതിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. സോപ്പ് കുമിള, എണ്ണപ്പാളി എന്നിവയിലുള്ള മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ CD-ൻ്റെത് ഏതാണ്? ഡിഫ്രാക്ഷൻ എന്നങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും മാറിപ്പോവില്ല. ഈ ഇൻ്റർഫറൻസിൽ വരുന്നതാണ് സോപ്പ് കുമിള, എണ്ണപ്പാളി, ഇതൊക്കെ കേട്ടോ, മാറിപ്പോവരുത്. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്, പ്രകാശരശ്മികൾ ചില ലോഹങ്ങളിൽ പതിക്കുമ്പോൾ, അതായത് മെറ്റൽ സർഫസിൽ ഇങ്ങനെ പ്രകാശരശ്മി വന്ന് പതിക്കുന്ന സമയത്ത് അവയിൽ നിന്നും എന്ത് പോകുന്നു? ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അഥവാ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചത്, ശ്രദ്ധിക്കുക, കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. എന്നാൽ ഇതിൽ തൃപ്തികരമായ വിശദീകരണം നൽകിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 1921 എന്ത് കിട്ടുന്നത്? ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് അഥവാ നോബൽ സമ്മാനം ലഭിക്കുന്നത് ആർക്കാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എന്തിനാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരണം നൽകിയതിനാണ്. പക്ഷെ അത് കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഓക്കെ, മാറിപ്പോകരുത്. ഇനി വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അപ്പോൾ വജ്രത്തിൻ്റെ തിളക്കവും പഠിച്ചു, ഒപ്റ്റിക്കൽ ഫൈബറും എന്തിന് പഠിച്ചു? പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഡിഫ്രാക്ഷൻ പറഞ്ഞു, ഇൻ്റർഫറൻസ് പറഞ്ഞു, അപവർത്തനം പറഞ്ഞു, പൂർണ്ണാന്തര പ്രതിഫലനമൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻസിലുള്ള എല്ലാം നമ്മൾ പറഞ്ഞു. വിസരണം നമ്മൾ പഠിക്കുന്നത് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണം, അതേപോലെ കടലിൻ്റെ നീല നിറത്തിന് കാരണമൊക്കെ നമ്മൾ പഠിക്കുന്നത് വിസരണമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതാണ്? ശ്രദ്ധിക്കുക, തൊഴിൽജന്യ രോഗം അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പം നമുക്കറിയാം സിലിക്കോസിസ് തൊഴിൽജന്യ രോഗമാണ്. സോറിയാസിസ് ആണോ? അല്ല. കോണിയോസിസും ആസ്ബറ്റോസിസും ഒക്കെ എന്താണ്? തൊഴിൽജന്യ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നമ്മളോട് ചോദിച്ചത് അല്ലാത്തതാണ്. സോ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. സോറിയാസിസ് ഒരു തൊഴിൽജന്യ രോഗം അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തൊഴിൽജന്യ രോഗങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കി നോക്കാം. തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ? ന്യൂമോകോണിയോസിസ്, പിന്നെ സിലിക്കോസിസ്, ആസ്ബറ്റോസിസ്, ഇതൊക്കെ തൊഴിൽജന്യ രോഗങ്ങളാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് നോക്കാം. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ഏത്? ന്യൂമോകോണിയോസിസ് എന്ന് പറയുന്നത്. അടുത്തത് സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്ക് ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഉണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് സിലിക്കോസിസ്. ഓക്കെ, അപ്പം ഈ ഖനികളൊക്കെ സ്വർണ്ണഖനി, മൈക്ക, ഇത്തരം ഖനികളിൽ, അതേപോലെ ക്വാറി, മൺപാത്ര നിർമ്മാണം, സിറാമിക്സ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കാണ് സിലിക്കോസിസ് ഒക്കെ ഉണ്ടാവുന്നത്. അടുത്തതാണ് ആസ്ബറ്റോസിസ്.
അപ്പോൾ അതുണ്ടാകുന്നത് ആസ്ബറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ആസ്ബറ്റോസിസ് എന്ന് പറയുന്നത്. ലോക തൊഴിൽ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് 2 മില്യൺ തൊഴിലാളികൾ തൊഴിൽജന്യ രോഗങ്ങൾ മൂലം ഓരോ വർഷവും മരണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ തൊഴിൽജന്യ രോഗങ്ങളിലധികവും സിലിക്കോസിസ്, പിന്നെ MSD മൂലം തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, കോട്ടൺ ടെക്സ്റ്റൈൽസ് മേഖലയിലെ ബിസ്നോസിസ്, കീടനാശിനി നിർമ്മാണ പ്രക്രിയയിലെ രോഗങ്ങൾ, ശബ്ദമുഖരിത കേൾവി നഷ്ടപ്പെടൽ ഇതൊക്കെയാണ്. ഫാക്ടറി നിയമത്തിൽ പ്രതിപാദിക്കുന്ന 29 തരം തൊഴിൽജന്യ രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനും ഗവേഷണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി ഒക്യുപേഷണൽ ഹെൽത്ത് റിസർച്ച് സെൻറ്റർ കൊല്ലത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ തൊഴിൽജന്യ രോഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി പോകേണ്ടത്. ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ഏതാണ്? നീതിന്യായ വിഭാഗമാണോ? അല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെയോ കാര്യനിർവഹണ വിഭാഗമാണോ? അതെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിലാണ് ഉദ്യോഗസ്ഥ വൃന്ദം വരുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ പോയിൻറ്റ്സ് നോക്കി നോക്കാം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ വിഭാഗമാണ് ഏത്? കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് എക്സിക്യൂട്ടീവ്. ആരൊക്കെയാണ് അതിൽ വരുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് നമ്മൾ പറയുന്നത്. ഭരണഘടനാ പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അത് നമുക്കറിയാം, അധികാരങ്ങളൊക്കെ രാഷ്ട്രപതിയിലാണ് ഉള്ളത് എങ്കിലും അത് നടപ്പിലാക്കുന്നത്, അത് നിർവഹിക്കുന്നത് ആരാണ്? ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെ ആണ്. അടുത്തത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ്, സ്ഥിരം എക്സിക്യൂട്ടീവ്, നാമമാത്ര എക്സിക്യൂട്ടീവ്, യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നിവയാണ് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ വിവിധ ഘടകങ്ങൾ. ഇനി രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ, ഇതൊക്കെ അടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപവൽക്കരിക്കുന്നതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ആണ്. ഇനി നിശ്ചിത റിട്ടയർമെൻറ്റ് പ്രായം വരെ കാലാവധി ഉള്ളവരാകയാൽ ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഉദ്യോഗസ്ഥ വൃന്ദം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യമുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാമെന്ന് വിചാരിക്കുന്നു. ഈ അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? ഒന്നുണ്ട് ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം. പിന്നെയോ ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം ഉണ്ടോ? അതുമുണ്ട്. 3ാമത്തത് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം, അത് ഇതിൽ വരുന്നതല്ല. 4ാമത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ 1, 2, 4 ആണ് വരുന്നത്. ഓക്കെ, രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയെന്നുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി അടുത്തത് രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ അവകാശങ്ങളുടെ ഒരു പട്ടിക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമോന്നത നിയമത്തെ പ്രതിനിധീകരിക്കുന്നത് ഭരണഘടന ആയതിനാൽ ഭരണഘടനാപരമായ അംഗീകാരം അവകാശങ്ങൾക്ക് പ്രാഥമികമായ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ രാജ്യത്ത് നാം അതിനെ മൗലിക അവകാശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. മൗലികാവകാശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ഓൾറെഡി ചില വീഡിയോസിലൊക്കെ മൗലികാവകാശങ്ങൾ
അവകാശങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ അവകാശം പൗരന്മാർക്ക് നിയമത്തിന് മുൻപിൽ തുല്യ അവകാശവും രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളികളാകുന്നതിനുള്ള അവകാശവും ലഭ്യമാക്കുന്നു. വോട്ടവകാശം, പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, രാഷ്ട്രീയ പാർട്ടികൾ രൂപവൽക്കരിക്കാനും അതിൽ അംഗമാകാനുമുള്ള അവകാശം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രീയ അവകാശങ്ങളുടെ അനുബന്ധമാണ് പൗരാവകാശങ്ങൾ. സ്വതന്ത്രവും നീതിയുക്തവുമായ വിചാരണയ്ക്കുള്ള അവകാശം, ഒരാളുടെ കാഴ്ചപ്പാടുകൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനും വിയോജിപ്പ് പ്രകടിപ്പിക്കാനുമുള്ള അവകാശം എന്നിവ പൗരാവകാശങ്ങളാണ്. രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും സംയുക്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറ രൂപപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രാഷ്ട്രീയ അവകാശങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇനി 10ാമത്തെ ചോദ്യം കൂടി നമുക്ക് നോക്കാം. വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിലെ മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? അത് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, സഹമന്ത്രി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. 2019 മുതൽ 2024 വരെ എന്തൊക്കെയാണ്? വിദേശകാര്യം, പാർലമെൻ്ററി അഫയേഴ്സ് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് ആര് വഹിച്ചത്? വി മുരളീധരൻ വഹിച്ചത്. നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാർ ആരൊക്കെയാണ്? അത് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ആണ്. ഫിഷറീസ്, മൃഗസംരക്ഷണം, ഡയറിങ്, ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് സുരേഷ് ഗോപി. കേന്ദ്ര മന്ത്രിസഭയിൽ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ടൂറിസം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം കൂടി നമുക്ക് നോക്കിയിട്ട് നിർത്താം കേട്ടോ. ഓക്കെ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത്. അപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, നോക്കി നോക്കാം. അതിൽ നമുക്ക് ശരിയായതാണ് വേണ്ടത്. ജസ്റ്റിസ് ഹരിലാൽ J കെനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ, അത് ശരിയാണ്. അടുത്തതോ, സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ് എന്ന് പറയുന്നു. അത് ശരിയാണോ? അല്ല. 3ാമത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. അത് ശരിയാണോ? അതും ശരിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. അത് ശരിയാണോ? അല്ല. അപ്പം നമുക്ക് ശരിയായതായിരുന്നു വേണ്ടത്. 1ഉം 3ഉം ആണെന്ത് ശരിയായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ബാക്കി കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ രൂപവൽക്കരണം പരാമർശിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 124ലാണ് സുപ്രീം കോടതിയുടെ രൂപവൽക്കരണം പരാമർശിക്കുന്നത്. ഭരണഘടനയുടെ 124 2ാം അനുച്ഛേദം പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 വയസ്സാണ്. 124 2A അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. ഭരണഘടനയുടെ 126ാം അനുച്ഛേദ പ്രകാരം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയെ കോർട്ട് ഓഫ് റെക്കോർഡായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അനുച്ഛേദം 129 ഇനി ഭരണഘടനയുടെ 131ാം അനുച്ഛേദത്തിലെ പ്രതിപാദ്യം സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുഡീഷ്യനാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലോ ഉള്ള തർക്കങ്ങളിൽ അന്തിമ വിധി പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നത് ഏതാണ്? അനുച്ഛേദം 131. ഭരണഘടനയുടെ അനുച്ഛേദം 143 പ്രകാരമാണ് രാഷ്ട്രപതിക്ക് നിയമകാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാവുന്നത്. അത് ആർട്ടിക്കിൾ 143 പ്രകാരം ആണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇനിയുണ്ട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്ന് നമ്മൾ 6, 7, 8, 9, 10, 11 ഒരു 6 ചോദ്യങ്ങളൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങളുമായിട്ട് വരാം. എല്ലാവരും ഇത്തരം വീഡിയോസൊക്കെ ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞ പേപ്പറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത് എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ശേഷം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.